അങ്ങനെ രാവിലെ 8 മണിയായി. രാവിലത്തെ ദൃശ്യം ഞങ്ങളുടെ റൂമിൽ നിന്ന്. ഇന്ന് മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട്. നല്ല സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു, കാരണം രാത്രി നല്ല തണുപ്പായിരുന്നു. ഫാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. രാവിലെ ആയപ്പോഴേക്കും അത് ഫാൻ ഓഫ് ചെയ്തു. നല്ല തണുപ്പ്, എ സിയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇതപ്പോൾ ഒരു ദിവസം ഞാൻ താമസിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു രാത്രി ഞങ്ങൾ വന്നപ്പോൾ അറിയാമല്ലോ 5 മണിയായി. പക്ഷേ നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ട്, അതിലും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സ് വളരെ നല്ല ബിഹേവിങ് ആണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് അവർക്ക് അത് ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ കൂടുതൽ കണ്ടത് പ്ലാവാണ്, പിന്നെ മറ്റുള്ള വൃക്ഷങ്ങളുണ്ട്. പക്ഷെ നല്ല രസമാണ്, നല്ലൊരു ക്ലൈമറ്റ് വൈസ് വയനാട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, ഒരു ദിവസം ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാം. അപ്പോൾ അതായത് രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ ടൂറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യ ടൂർസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വയനാട് നിൽക്കുന്ന പ്രോപ്പർട്ടികളിൽ ഒന്നാണിത്. അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട്, അതായത് ഇൻ്റർനാഷണൽ ട്രിപ്സ് ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പോൾ മൊത്തം സൗത്ത് ഇന്ത്യയും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഞാൻ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ട്രിപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ 1-2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതേപോലത്തെ റിസോർട്ടുകളിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ലഭിക്കും, യാതൊരു സംശയമില്ല. കർട്ടൻ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡിലിരുന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. കംപ്ലീറ്റ് ഫ്രണ്ടിലുള്ള വ്യൂ നമുക്ക് കാണാം. ഗ്ലാസ് ഇട്ടതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്. നമ്മളൊരു വെക്കേഷന് വരുന്ന സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ, ലൈക്ക് കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ, നമുക്ക് ഇതേപോലത്തെ റിസോർട്ട്സിലാണ് താമസിക്കണമെങ്കിൽ നമ്മുടെ എൻറ്റയർ ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ മാറും. നമുക്ക് ടോട്ടലി റിലാക്സ് ചെയ്യാം. നമുക്ക് പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഭക്ഷണം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കും. മൊത്തം സർവീസിൻ്റെ കാര്യത്തിൽ ഒരു വേറൊരു ലെവൽ, ഒരു പ്രീമിയം രീതി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റിസോർട്ട്സ് ഡെഫിനറ്റായിട്ട് ഒരു വേറൊരു സ്റ്റാൻഡേർഡിലേക്ക് തന്നെ മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിൽ സ്റ്റേഷൻ ആയാലും ബീച്ച് ഡെസ്റ്റിനേഷൻ ആയാലും റിസോർട്ടുകൾ ചൂസ് ചെയ്യുന്നത് ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ നമ്മൾ സൺറൈസിനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ ടൈലർ മെയ്ഡായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. എല്ലാ ട്രിപ്സും ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയല്ലേ നോക്കാം. അപ്പോൾ ജ്യൂസ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ വന്നിട്ട് പൈനാപ്പിളും പിന്നെ പപ്പായ ഉണ്ട്. ദെൻ ചട്നി, 2 ടൈപ്പ് ചട്നി ഉണ്ട്. ഉപ്മാവ്, ഉഴുന്നുവട, ഇഡ്ഡലി, സാമ്പാർ, പൂരി, പിന്നെ ദാൽ കറി, പുട്ട്, കടല, പിന്നെ ഉപ്മാവ്. പിന്നെ ഇതെന്താ സംഭവം? ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്മൈലി ഫേസ് ചെയ്തിട്ടുള്ളതാണ്, അത് കൊള്ളാം. പിന്നെ എഗ്ഗ് ഉണ്ട്, പിന്നെ ചിക്കൻ സോസേജ്, ഓട്സ്, കോൾഡ് മിൽക്ക്, പിന്നെ ടീ ആൻഡ് കോഫി. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ബ്രെഡ് ഇവിടെ അവൈലബിൾ ആണ്. ബ്രെഡും ബട്ടറും അതിവിടെ നമുക്ക് ടോസ്റ്റ് ചെയ്യാം. പിന്നെ ലൈവ് സ്റ്റേഷൻ ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് ദോശ, മസാല ദോശ, പിന്നെ എന്താ ഉള്ളത്, ഗീ റോസ്റ്റ്. പിന്നെ ലൈവ് ഓംലെറ്റ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അത് ശരി. അപ്പോൾ ഇവിടെയാണ് ലൈവ് സ്റ്റേഷൻ വരുന്നത്. അതെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കഴിക്കാം. എന്തായാലും അവർ സൂറത്തിൽ വന്ന് പോയി. അപ്പോൾ ഇനി ഞങ്ങൾ 1-2 ഗസ്റ്റും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം മറ്റുള്ള കാര്യങ്ങൾ. എങ്ങനെയുണ്ടാവും ഭക്ഷണമൊക്കെ? എല്ലാം ട്രൈ ചെയ്തില്ലേ? എന്തൊക്കെ കഴിച്ചു? ഏതാ ഏറ്റവും ഇഷ്ടമായത്? എല്ലാം കഴിച്ചാൽ പുട്ടൊന്നും കഴിച്ചില്ല. എനിക്കെല്ലാം കൂടെ കഴിക്കാനുള്ള സ്ഥലമില്ല. ഇഡ്ഡലി നന്നായിരുന്നു, പൊങ്കൽ, മുട്ട കഴിച്ചു, ബോയിലേക്ക്, പൂരി, എല്ലാം ഉണ്ട്. എല്ലാം കുറേശ്ശെ കഴിയും. ഗീ റോസ്റ്റ്, ബട്ടർ റോസ്റ്റ്, ഗീ റോസ്റ്റ്,
ബട്ടർ ദോശ കഴിച്ചു, പുട്ട് കഴിച്ചില്ല, പൂരി കഴിച്ചില്ല. പൂരി കഴിച്ചില്ല, സ്പേസ് ഇല്ല. ഞാനെല്ലാം ഓരോന്നും വിധം കഴിച്ചു. എല്ലാതും കുറേശ്ശെ ടേസ്റ്റ് നോക്കി. എനിക്കിഷ്ടമായി. കൊള്ളാം, നല്ലൊരു ഭക്ഷണമാണ്. കടലക്കറിയൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൽ മഞ്ജു പറഞ്ഞ പോലെ പൊങ്കൽ ഞാൻ കഴിച്ചില്ല. പൊങ്കലും മാവും ഞാൻ കഴിച്ചില്ല. ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എല്ലാം നന്നായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പക്ഷെ എല്ലാവർക്കും നല്ല മഴയാണ്. ഇപ്പോൾ വീണ്ടും മഴയൊക്കെ തുടങ്ങി. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു കോട കാരണം, ചെറിയ മഴയുണ്ട്, കോട കാരണം റോഡ് കാണാനേ പറ്റുന്നില്ല. നാടുകാണിച്ചുരം വഴി വന്നുകൊണ്ടിരിക്കുക. നാടുകാണിച്ചുരം എത്തനേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഭംഗി. വലിയ ആന വരും, അത് കാരണം താമരശ്ശേരി ചുരം വഴി വന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞത്. ഇപ്പം ആന മുമ്പിൽ വന്ന് നിന്നാലും കാണാൻ പറ്റാത്തത്ര ഇതിലാണ് പോണത്. നല്ലൊരു ഡ്രൈവാണ്. നമ്മളന്ന് ടീ ഫാക്ടറിയിൽ അലാറം ഇവിടെ നിന്നല്ലേ ചായ. മുന്നിലൊന്നും കാണാതെ ഞങ്ങൾ പന്തല്ലൂര് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ അടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ, ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര കോട. കോടയിലൂടെ ഒരു യാത്ര, ഒന്നും കാണുന്നില്ല മുന്നിൽ. ഞങ്ങൾ വളരെ പതുക്കെയാണ് വരുന്നത്. ഇതാണ് റോഡ് ഒന്നും കാണാൻ പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും വണ്ടി അടുത്തെത്തുമ്പോൾ മാത്രമേ വണ്ടി ഉള്ളത് മനസ്സിലാവുള്ളൂ. ഒരു സമാധാനം. നമ്മൾ മലയുടെ സൈഡിൽ കൂടിയാണ് പോണത്. അപ്പുറത്തെ സൈഡിലാണ് അങ്ങോട്ടാ പോണെങ്കിൽ ബുദ്ധിമുട്ടായി. അതിന് താഴെ കൊക്കയാണ്. ഇതിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നല്ല മലയായതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. വളരെ സാവകാശം പോണു. റോഡിലൊന്നും കാണുന്നില്ല.